മെസ്സി ഒരു സ്റ്റൈലൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ മെസ്സി ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അർജന്റീന ഒരു കേരള മെസ്സി ഓരോ ഫ്രെയിമിലും കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, അത് ആ ഒരു ആശയം എങ്ങനെയാണ് കേരളത്തെ കൂടി ഇതിലേക്ക് കണക്ട്? അല്ല, ശരിക്കും എടുത്തു നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് കഴിയുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കേരളത്തിൽ നിന്നാണ്. അങ്ങനെയാണ് നമ്മൾ കഥകളിയും പുലികളിയും ഒക്കെ നമ്മൾ ഓരോ താരങ്ങളുമായിട്ട് ക്ലബ് ചെയ്തിട്ട് അത് ആ വീഡിയോയിൽ ആ ഒരു ഫ്രെയിമിൽ അതും കൂടെ ഉൾപ്പെടുത്തി. കേരളത്തിലെ മെസ്സി കേരളത്തിലെ അർജന്റീന ഫാൻസിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന മറ്റൊരു വേൾഡ് കപ്പ് കൊണ്ടുപോകും അർജന്റീന പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളും അദ്ദേഹമായിരുന്നു, ഏറ്റവും പ്രായം കൂടിയ ആളും അദ്ദേഹമാണ്. പ്രശസ്ത സംഗീത സംവിധായകനും അതേപോലെ തന്നെ ഗിറ്റാർ പ്ലേലിസ്റ്റുമായിട്ടുള്ള സുമേഷ് കൂട്ടിക്കലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഇന്നലെ കഴിഞ്ഞ ദിവസം ചേട്ടൊരു മാസ്മരികമായിട്ട്, അതായത് എനിക്ക് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് തന്നെ ഗിറ്റാറിൽ പ്ലേ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത്? ആക്ച്വലി ഞാൻ ബേസിക്കലി ഒരു അർജന്റീനൻ ഫാനാണ്, ഫുട്ബോൾ ഫാനാണ്. അപ്പം കുറേ നാളുകളായിട്ട് ഞാൻ കൂടുതലും ഈ ഗിറ്റാർ പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് മെസ്സി ഒരു സ്റ്റൈലൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ മെസ്സി ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻസ് വന്നത് തന്നെ അതാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു മെസ്സി ഫാനും കൂടിയാണ്. അങ്ങനെ അർജന്റീന ഒരു കേരള മെസ്സി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 1 മിനിറ്റ് തീം, അത് നമ്മൾ കേരളത്തിൻ്റെ കലാരൂപങ്ങളും അർജന്റീനയുടെ 11 പ്ലേയേഴ്സുമായിട്ട് ക്ലബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തത്. എനിക്കൊന്ന് ഇന്നലെ അത് പോയതിനു ശേഷം 20 ലക്ഷത്തോളം ആളുകൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ആക്സെപ്റ്റൻസ് കിട്ടി. ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇന്നൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വിഷ്വൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് AI ആണ്. അതെ, അതാണ് നമ്മൾ അങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് വന്നത്. ഇപ്പോൾ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പം അതിനകത്ത് ഞാൻ പ്ലേ ചെയ്യുന്ന മാത്രമാണ് നമ്മളൊരു ഗ്രീൻ ഫ്ലോറിൽ ഷൂട്ട് ചെയ്തിട്ട് അതൊരു AI സാങ്കേതിക വിദ്യ ഞങ്ങളുടെ മുംബൈയിലാണ് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തത്. പിന്നെ നമുക്ക് ഇന്ന് സിനിമയിൽ ഏറ്റവും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറാമാൻ അരുൺ കുമാറാണ് അതിൻ്റെ ക്യാമറ സൈഡ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു സിനിമ ലെവലിലൊക്കെ നിൽക്കുന്ന കുറേ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തി. ഇതിനകത്തൊരു തീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരള അവേക്കനിങ് ഒരു അതായത് കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങ് ഗിറ്റാറിൽ ഓരോ ആളുകളുടെയും പേരുകൾ വായിക്കുന്നു, അതിനനുസരിച്ച് ഓരോ ആളുകളും വരുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ഫ്രെയിമിലും കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, അത് ആ ഒരു ആശയം എങ്ങനെയാണോ കേരളത്തെ കൂടി ഇതിലേക്ക് കണക്ട്? അല്ല, ശരിക്കും എടുത്തു നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് കഴിയുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കേരളത്തിൽ നിന്നാണ്. അപ്പം ഞാൻ കേരളത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മളുടെ കുറേ കലാരൂപങ്ങളുണ്ട്. ആ കലാരൂപങ്ങൾ നമുക്ക് അർജന്റീനൻ ഫുട്ബോളിനെ സപ്പോർട്ട് എങ്ങനെ ക്ലബ് ചെയ്യാന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ കഥകളിയും പുലികളിയും ഒക്കെ നമ്മൾ ഓരോ താരങ്ങളുമായിട്ട് ക്ലബ് ചെയ്തിട്ട് അത് ആ വീഡിയോയിൽ ആ ഒരു ഫ്രെയിമിൽ അതും കൂടെ ഉൾപ്പെടുത്തി നമ്മളത് മിക്സ് ചെയ്തെടുത്തത്. കേരളത്തിലെ അർജന്റീന ആരാധകർക്ക് വേണ്ടിയിട്ടാണോ ഇത്? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പാട്ട് ഏറ്റെടുത്തതും ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അത് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഫാൻസ് തന്നെയാണ്. കേരളത്തിലെ മെസ്സി കേരളത്തിലെ അർജന്റീന ഫാൻസിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന മറ്റൊരു നമുക്കതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്ന അർജന്റീനൻ ഫുട്ബോൾ ഫാൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൽ തന്നെയാണ് കേട്ടോ. നമ്മളത് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ പറയാം. എല്ലാവരും ഇന്നലെ ഭയങ്കര ആവേശമായിരുന്നു. ഇന്നലെ ശരിക്കും ടെൻഷൻ അടിപ്പിച്ച ഒരു കളിയായിപ്പോയി. കാരണം ഒരിക്കലും എന്തുകൊണ്ടാണ് ദ റിയൽ കിങ് എന്ന് മെസ്സിയെ വിളിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ആൻസർ ഇന്നലത്തെ ഒരു ദിവസം നമുക്ക് കിട്ടി. അതെ, കാരണം അസാധ്യം എന്ന് തോന്നുന്ന ഒരു സമയത്തുള്ള തിരിച്ചുവരവ്. കേരളത്തിലെ ഏറ്റവും കൂടുതലും ആരാധകരുള്ളത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് മെസ്സിയും ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെ, റൊണാൾഡോയ്ക്കാണ് പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ. അതെ, പിന്നെ ടീമുകൾ എടുത്ത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലും ബ്രസീലും അർജന്റീനയും. എപ്പോഴും ഒരു ഫൈറ്റ് ഈ ആളുകൾ തമ്മിൽ നടക്കുന്ന അർജന്റീന ബ്രസീൽ ഫൈറ്റ് മാത്രമല്ല, ശരിക്കും ഫുട്ബോളിന്റെ എല്ലാ മനോഹാരിതകളും കൺവേ ചെയ്യുന്ന 3 ടീമുകൾ ഇവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ പിന്നെ പോയ ജർമ്മനിയുടെ കളികളൊക്കെ പോർച്ചുഗലും ബ്രസീലും ആണ് അർജന്റീനയോടൊപ്പം തന്നെ. അത് നമുക്കൊരിക്കലും അവരെ ഒന്ന് 2ഓ 3ഓ ഒരു പ്ലേസിങ്ങിലേക്കൊന്നും വെക്കാൻ പറ്റില്ല. 3 പേര് 3 തരത്തിലാണ്. നമ്മുടെ ലാലേട്ടൻ, മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ. കാരണം അവരുടെ രീതിയിൽ അവരെ വെരി ടാലന്റഡ് ആണ്. നമുക്കത് ഡിഫറൻസ് ഇതിലിപ്പോ അങ്ങയുടെ ടാലന്റ് നോക്കിക്കഴിഞ്ഞാലും വ്യത്യസ്തമല്ലേ. ഇപ്പോ ഫുട്ബോൾ ആരാധകരാണ്, ഫുട്ബോളിന് വേണ്ടിയിട്ട് തന്നെ അപ്പോ തന്റെ പാഷനിൽ നിന്നും ഒരു മാസ്മരികമായിട്ടുള്ളൊരു മ്യൂസിക്കൽ പ്ലേ എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമാണ്. ഇപ്പോ അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് ആണെങ്കിലും ഓരോ ആളുകളെയും ഇപ്പോ
ടീമിലുള്ള 11 പേരെയും കൃത്യമായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് അതിനകത്ത് അവരുടെ പേര് പറയുന്നു, അതിനനുസരിച്ച് ഗിറ്റാറിൽ അത് പ്ലേ ചെയ്യുന്നു, ആ ഒരു ഫ്രെയിമിൽ അവർ വരുന്നു. എനിക്ക് തോന്നുന്നു ഈ അർജന്റീനിയൻ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഒറ്റ പേരിലാണ്. ചിലപ്പോൾ ഇതിനകത്ത് കളിക്കുന്ന ബാക്കി 10 പേരുടെയും പേരുകൾ അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതും അതാണ്. 1 മിനിറ്റ് വീഡിയോയിൽ ഈ 11 പേരെയും അല്ലെങ്കിൽ കളിക്കുന്ന എല്ലാവരെയും എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, ആൾക്കാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം, ഇതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. പക്ഷെ അതൊരു മ്യൂസിക്കിന്റെ രൂപത്തിലായതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ അത് ഏറ്റെടുത്തു. വേൾഡ് കപ്പ് കൊണ്ടുപോകും അർജന്റീന പ്രതീക്ഷിക്കുന്നുണ്ട്. ആ എക്സ്പെക്ടേഷനിലാണുള്ളത്. ഇനി അടുത്ത ഏറ്റവും വലിയൊരു എതിരാളിയായിട്ട് ആരെയാണ് കരുതുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇനിയിപ്പം നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് എൻ്റെ ഒരു ഉദ്ദേശം പോർച്ചുഗൽ വരുമെന്ന് ചില സമയത്ത് നമ്മൾ തോന്നിപ്പിച്ചിട്ടുണ്ട്. ബ്രസീൽ അർജന്റീനയ്ക്കെതിരെ വരുമെന്ന് തോന്നിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ് ഇനി ഉള്ള ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ. എന്നാലും പക്ഷേ അർജന്റീനയെ ഫൈനലിൽ നേരിടാൻ എനിക്ക് തോന്നുന്നത് ഫ്രാൻസ് വീണ്ടും ഒരു കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ തന്നെ എംബാപ്പയുടെ ഒരു ടീമും അർജന്റീനയും വരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു തിങ്കിങ്. അറിയില്ല ഇനി എങ്ങനെ ആകും. ഈ അർജന്റീനയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ മെസ്സി ഉണ്ട് എന്ന് പറയുമ്പോഴും മെസ്സിയേക്കാൾ നന്നായിട്ട് ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കളിക്കുന്നത്. ഇന്നലത്തെ ഒരു കളി എടുത്താൽ തന്നെ അറിയാം. ഇതിനകത്ത് ഗോൾ സ്ട്രൈക്കർ എന്നൊക്കെ പറയുന്ന ഒരാൾ ഇന്നലെ ഉണ്ടായിട്ടില്ല. കാരണം മെസ്സി എന്ന് പറയുന്ന ഒരു ലീഡ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നലെ ഗോൾ അടിച്ചിരിക്കുന്ന മറ്റുള്ള ആൾക്കാരെ എടുക്കുമ്പം അവരൊന്നും ആ പിക്ചറിലേ ഉണ്ടായിരുന്ന ആൾക്കാരല്ല. ഡിഫൻസിൽ പോയവർ വരെ ഗോൾ അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം നമുക്ക് ആ ഒരു ടീമിനെ നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്ന ഒരു പിക്ചർ അല്ല ഇന്നിപ്പോൾ ഉള്ളത്. അല്ല, ബാക്കിയുള്ള ടീമുകളെ പലപ്പോഴും നമ്മളിപ്പോൾ പോർച്ചുഗൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ റൊണാൾഡോ എന്ന് പറയുന്ന ഒറ്റ ഒരാളിലാണ് ടീം മൊത്തത്തിൽ പോകുന്നത്. ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിലും എംബാപ്പെ ആണെങ്കിലും അല്ലെങ്കിൽ ബ്രസീലില് നെയ്മർ, അപ്പോൾ 1-2 ആളുകളെ വെച്ച് മാത്രമാണ് ആ ടീമുകൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അർജന്റീനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കിങ് എന്ന് പറയാൻ മെസ്സി ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരും അതിൽ മനോഹരമായിട്ടാണ് കളിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ നമ്മളത് മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ നമ്മൾ ചില സിനിമകളിലെ നമുക്ക് ഹിറ്റ് ആകുന്ന പാട്ടുകളുണ്ടല്ലോ, ചിലപ്പോൾ അതിനേക്കാളും നല്ല പാട്ടുകൾ ചിലപ്പോൾ ആ സിനിമയിൽ ഒരുപാടുണ്ടാവും. പക്ഷേ ഈ ഒരു പാട്ട് ഹിറ്റാകുമ്പം നമ്മളുടെ ഫോക്കസ് ഫുൾ അവിടേക്കായിരിക്കും. എന്ന് പറഞ്ഞ ഇത് ഈ മെസ്സി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിൽക്കുന്നതുകൊണ്ടാണ് എന്തായാലും ഈ അർജന്റീനയുടെ ഒരു പവർ സൈഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇന്നലെ പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടി. അല്ല, കഴിഞ്ഞ 2 കളികൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അർജന്റീന തോക്കുമെന്ന് അവർക്ക് എന്തും പറ്റൂന്ന്. അവസാനത്തെ കളിയാണെങ്കിൽ 19-ാമത്തെ മിനിറ്റ് വരെ ഒരു ഗോൾ പോലും പോയിട്ടില്ല. അപ്പൊ അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ റീലുകൾ, അതിനകത്ത് ഒരച്ഛൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടിരുന്ന് അവസാനം ഗോൾ അടിക്കുമ്പോൾ ഇവരുടെയൊക്കെ ആഹ്ലാദമുണ്ട്. അതെ. ഞാൻ പോലും ഇന്നലെ കളി കണ്ട് ഏകദേശം 75 മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയ സമയത്താണ് അത്ഭുതങ്ങൾ തുടങ്ങിയത്. നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മാന്ത്രികൻ അല്ലെങ്കിൽ ഗോഡ് എന്ന് എപ്പോഴും മെസ്സിയെ വിളിക്കുന്നത്. അദ്ദേഹത്തെ അതാണ് അതിന്റെ റിയാലിറ്റി. അയാൾ ശരിക്കും അതിന്റെ ഒരു ഫുട്ബോളിന്റെ ഒരു മാന്ത്രികനാണ്. നമ്മളുടെ ഒരു ജനറേഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറയാവുന്ന ഒരാളാണ് ഇൻ ദ വേൾഡ്. എന്ന് തൊട്ടാണ് ഈ ഫുട്ബോൾ ആരാധന തോന്നി തുടങ്ങിയത്? ആക്ച്വലി എനിക്ക് കൂടുതലും പേഴ്സണലി എനിക്ക് ക്രിക്കറ്റിനോട് ഇഷ്ടം കൂടുതലുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു തീം മ്യൂസിക് കമ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെയാണ് ഞാൻ ഞാൻ ആവേശപ്പോരെന്ന് പറയുന്ന ആ ഒരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ഞാനായിരുന്നു. അതിനുശേഷം മെസ്സി കേരളത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് അങ്ങനെ ഒരു പ്ലാനിങ് വന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. എങ്കിൽ പോലും അതിന്റെ തീം മ്യൂസിക് ചെയ്ത് ഞാനായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഫുട്ബോൾ ഈവൻസുമായിട്ട് കണക്ട് ചെയ്ത് പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ഭയങ്കര ഒരു ജ്വരം. എങ്ങനെയാണ് അർജന്റീനയിലേക്ക് എത്തിപ്പെട്ടത്? ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ പറയുന്നല്ലേ, ഇപ്പോൾ റൊണാൾഡോ പോർച്ചുഗൽ, ഇപ്പോൾ അല്ലെങ്കിൽ നെയ്മർ ബ്രസീല്, അങ്ങനെ പോകുന്ന ആളുകളാണ് പലപ്പോഴും ഉള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഇപ്പോൾ അർജന്റീനയിലേക്ക് പലപ്പോഴും ആളുകൾ എത്തിപ്പെടുന്നത് മെസ്സി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ടാണ് പലപ്പോഴും അർജന്റീന ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? അല്ല, ഞാൻ ആക്ച്വലി അർജന്റീന ഫാൻ ആയത് കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ. അന്നത്തെ ആ ഒരു ഫൈനൽ മാച്ചാണ് എന്നെ സംബന്ധിച്ച് എന്നെ ഒരു ഭയങ്കര ഫാനാക്കി. പ്രത്യേകിച്ച് ഒരു മെസ്സി ഫാനും കൂടെ ആക്കിയത് അങ്ങനെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന കപ്പ് അടിക്കണം എന്ന്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ് നമ്മളൊക്കെ ഡെയിലി പോയിരുന്ന് കളി കാണുന്ന. അപ്പോൾ
ആ ഒരു കളിയിൽ എല്ലാവരുടെ ആഗ്രഹം, കാരണം മെസ്സി റിട്ടയർഡ് ആവാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ വരുന്നു, മെസ്സി ഇനി കളിക്കത്തില്ല, മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പാണ്. നമ്മള് ക്രിക്കറ്റ് കളിയിൽ സച്ചിൻ എങ്ങനെയായിരുന്നോ സച്ചിൻ കളിക്കാൻ വരും നമ്മൾ കളി കാണത്തില്ല, അപ്പൊ അതേപോലെയായിരുന്നു ബ്രസീലിന്റെ അർജന്റീനയുടെ കളി വരും നമ്മൾ എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ലോകകപ്പ് നോക്കി? അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനെന്താ പറഞ്ഞു, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഓർത്തു മെസ്സി എന്ന് പറയുന്ന ആളുടെ ബെസ്റ്റ് ആയിരുന്നു, ഇനി അതിന് അപ്പുറത്തേക്ക് അയാൾക്കൊന്നും കൊടുക്കാനില്ല എന്നാണ്. പക്ഷെ അങ്ങനല്ല, അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ട മെസ്സി അല്ല ഈ വർഷം കാണുന്നത്. നമ്മൾ എന്താണ് അയാള് ഒരു ഫുട്ബോളിനെ വേറൊരു സിനിമയാക്കുവാണോ അല്ലെങ്കിൽ അയാൾ മാജിക് ആക്കുവാണോ നമുക്കൊന്നും അറിയില്ല. കാരണം അത്രയും ഒരു പവർഫുൾ സൈഡിലേക്ക് അയാൾ എവർഗ്രീൻ ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് വലിയൊരു ഭയങ്കര കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളും അദ്ദേഹമായിരുന്നു, ഏറ്റവും പ്രായം കൂടിയ ആളും അദ്ദേഹമാണ്. അപ്പം ഫുട്ബോളിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇപ്പം മറഡോണയെ കായിലും ഒരുപക്ഷെ ജനസ്വീകാര്യത ചിലപ്പോൾ അന്നത്തെ ആ ഒരു കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, ജനസ്വീകാര്യത കിട്ടിയത് അല്ല. ഈ മോട്ടിവേഷൻ സ്റ്റോറീസ് എടുത്ത് നോക്കുമ്പോൾ റൊണാൾഡോയുടെ ആണെങ്കിലും മെസ്സിയുടെ ആണെങ്കിലും ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോ മെസ്സി ചെറിയ കുള്ളനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കളിയിലൂടെ കയറി വരുന്ന മോട്ടിവേഷൻ. ഇപ്പോൾ റൊണാൾഡോയുടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് എയറോപ്ലെയിൻ വാങ്ങിച്ചിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കി ആ കഥയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന. അല്ല അങ്ങനെയുള്ളവരാണ് എല്ലാ ഫീൽഡിലും, ഏത് ഫീൽഡ് എടുത്താലും എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ. കാരണം ഈ ഒരു സക്സസ് എന്ന് പറയുന്നതിന്റെ ബാക്ക് എൻഡ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. അതെ, അങ്ങനെ ഇവരുടെ ഒരു മോട്ടിവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മൾ ഭയങ്കര നമ്മുടെ ഫീൽഡിൽ കൂടെ നമുക്കതായത് ഇൻസ്പിറേഷൻ. അതെ, ഏത് കാലത്തുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കണമെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കഥ എടുത്താൽ മതി. അതൊരു വേറെ ലെവലാ, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കൊന്ന് അതേപോലെ തന്നെ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കളിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ പോലും. പക്ഷേ ഈ വേൾഡ് കപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാൾ ഒരു ആവേശം പൊടിക്ക് കുറഞ്ഞിട്ടില്ല എല്ലാവരിലും. അല്ല, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ടെലികാസ്റ്റിംഗ് ടൈം ഒരു പ്രധാന കാര്യമാണ്. അല്ലാതെ ഫുട്ബോളിനോടുള്ള ആവേശത്തിൻ്റെ പ്രശ്നമല്ല. പലപ്പോഴും ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് വെളുപ്പിനെ 3 മണിക്കും 2:30ക്കും ഇരുന്ന് കളി കാണാനായിട്ട് ആഗ്രഹം അവർക്കുണ്ട്. പക്ഷേ ആവേശം കുറവെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആ സമയത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രോളുകൾ വളരെ രസകരമാണ്. അപ്പോൾ ട്രോളുകൾ നമ്മളിത് നോക്കുമ്പോൾ ഇന്ന് രാവിലെ നിന്നൊരു ട്രോളാണ്. ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കളിയൊക്കെ കണ്ടിട്ട്? ഒന്നുമില്ല, മറ്റേ കണ്ണൊക്കെ ചുമന്നിരിക്കുന്ന ചിത്രമായിട്ട്. അപ്പോൾ ആളുകൾ അതിന് പാഷനേറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർ അലാറം വെച്ചിട്ടിരുന്നാണ് കാണുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഗെയിം കൊടുക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അതാണ് നമ്മളുടെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി ഇരിക്കുന്നു എന്ന് പറയും. പിന്നെ ഈ ക്രിക്കറ്റ് പോലെ നമ്മളൊരു 1 ഡേ വരെ ഒരു ഹോൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഫ്ലെക്സ് യുദ്ധങ്ങളാണ് തുടങ്ങിയപ്പോ തന്നെ ഫ്ലെക്സ് യുദ്ധമാണ്. ഇപ്പോ നമ്മൾ ആലുവയിലാണ് നിൽക്കുന്നത്. ആലുവയില് ഈ വഴിയിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഫ്ലെക്സുകളാണ്. ഓരോ ടീമിനും വേണ്ടിയിട്ട് ഒരു ചെറുത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് അതിലും വലുത്. അപ്പോ അടിക്കണക്കിനാണ് ഫ്ലെക്സുകൾ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അത്രത്തോളം വികാരമാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ എന്ന് പറയുന്നത് അത്രത്തോളം സ്വീകാര്യതയുണ്ട്. അതെ. ഇനി എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻ? ഇനിയില്ല. ഇന്നിപ്പോൾ ഓസ്ട്രേലിയ പോവുകയാണ്. ഒരാഴ്ച ഞാൻ അവിടെയാണ്, പെർത്തിൽ ഒരു ഷോയുമായിട്ട് വന്നിട്ടുണ്ട്. 15-ാം തീയതിയോടുകൂടി തിരിച്ചു വരും. അതിനുശേഷം കുറേ പ്രൊജക്റ്റുകളുണ്ട്, അതിലേക്കൊക്കെ മൂവ് ചെയ്യണം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇപ്പൊ ഈ ഒരു ഇന്നലത്തെ ആ ഒരു സോങ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇറങ്ങി, ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അത് ഇത്രയും ഞാൻ ഓർത്തില്ല. കാരണം എനിക്ക് ഇതിന്റെ ഒരു ഡെപ്ത് ചെയ്യുമ്പോഴും ഇത്രയും ഡെപ്ത് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അർജന്റീന ആരാധകർ കാരണം ഇന്നലെ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആളുകൾ ഇൻസ്റ്റാഗ്രാമില് സെൻഡ് ചെയ്യൂ സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം. ഗൾഫിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും UK നിന്നും ഒക്കെ ആളുകൾ ദൈവമേ ഇത്രയും ഉണ്ടോ, ഞാൻ ഓർത്തത് ഇതായിരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അത്രയും ഭയങ്കര വളരെയധികം ആരാധകരുള്ള ഒരു ടീമാണ്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഇനി അടുത്ത പുതിയ പ്രൊജക്ടുകൾ ഒരു സിനിമ ഇറങ്ങാനുണ്ട്, പോൾ വർഗീസ് സാറിന്റെ പുതിയ പടം. അതിപ്പോൾ 16-ാം തീയതിക്ക് ശേഷം അതിന്റെ കമ്പോസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കൂടുതലും പെർഫോമൻസും ഇനിയിപ്പം ഓണം സീസണിലേക്ക് കുറേ ഷോസ് പുറത്തേക്കൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. എന്താണെങ്കിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇതിലും മനോഹരമായിട്ട് പുതിയ ഐഡിയകളിൽ പുതിയ
രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇത് തന്നെ AI വീഡിയോസ് ആണ്. അതെ അതെ അപ്പോൾ എല്ലാവരെയും AI-ലാണ് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെ അതെ. കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പക്ഷെ ഭയങ്കര റിയാലിറ്റി ആ വീഡിയോ കാണുമ്പോൾ എന്നോട് പലരും പറഞ്ഞ കാര്യമുണ്ട്. സാധാരണ AI കാണുന്നതിനേക്കാൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എക്സ്പേർട്സ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അരുൺ കുമാർ എന്ന് പറഞ്ഞ ക്യാമറാമാൻ, അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ്, കാരണം അദ്ദേഹം എൻ്റെ റിയൽ വീഡിയോസും ഇതിലേക്കും ക്ലബ് ചെയ്തപ്പോൾ എങ്ങനെ അതിനെ ചെയ്യാൻ പറ്റി, അതൊരു ആ ക്യാമറാമാൻ്റെ ബ്രില്യൻസ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അഖിൽ ഏലിയാസ് എന്ന് പറയുന്ന എഡിറ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുതുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഇതിൻ്റെ എന്താണെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള കലാരൂപങ്ങൾ, അതെ അതെ അതാണ് ആ കലാരൂപങ്ങൾ ഇപ്പോൾ ഒരുപാട് കലാരൂപങ്ങളുണ്ട് ഞാൻ നോക്കിയിട്ട്. അതെ 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 അതെ. അപ്പോ പുലികളി, കഥകളി, അതെ. അപ്പോ ഏകദേശം എത്ര കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു? അതായത് 11ഓളം കലാരൂപങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വാൾപ്പയറ്റ്, പുലികളി, കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെ കേരളത്തിൻ്റേത്. പക്ഷെ അവരുടെ കോസ്റ്റ്യൂം ഒക്കെ വൈറ്റ് ആൻഡ് ബ്ലൂ. അർജന്റീനിയൻ തീമിലാണ് അവർ ഗാലറിയിൽ ഓരോ മൂവ്മെൻറ്റ്സും ആഘോഷിക്കുന്ന ആയിട്ടുള്ള വ്യത്യസ്തമായി. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റൽ വേർഷനും ഫസ്റ്റ് ടൈമാണ്. നമ്മൾ പലപ്പോഴും ഷാക്കിറാടെയൊക്കെ പാട്ടുകളാണ് നമ്മൾ എല്ലാ വർഷവും കാണുന്നത്. കൂടുതൽ ഡാൻസ്, പാട്ട്, ഇങ്ങനെയാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കിയതാണ്. അത് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ജനങ്ങൾ ഏറ്റെടുത്തു വന്നതിന് വലിയ തിരിച്ചറിവാണ്. 20 ലക്ഷം ഒറ്റ ദിവസം കൊണ്ട് കാണുക എന്ന് പറയുന്നത്. എന്താണെങ്കിലും ടീമിനും അങ്ങേക്കും മുഴുവൻ ആശംസകൾ. ഇനിയും പുതിയ പുതിയ പാട്ടുകൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി പരമായിട്ടുള്ള പുതിയ ജനങ്ങളിലേക്ക് കൂടുതൽ, എനിക്ക് തോന്നുന്നു മ്യൂസിക് എന്ന് പറയുന്നത് ആളുകൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ നമ്മൾ വേറെ ഏത് ഫോമിൽ സംസാരിച്ചാലും ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും നമുക്ക് മ്യൂസിക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾ, പ്രായം മാത്രമല്ല ഭാഷ ഒരു വിഷയമല്ല, ആളുകളിലേക്ക് എത്തിക്കാൻ ഇത് വളരെ എളുപ്പമാണ്. അതെ 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 അതെ. ഇപ്പോ അങ്ങയുടെ ഈ വീഡിയോ തന്നെയാണെങ്കിൽ പോലും ആളുകളിലേക്ക് എത്തുമ്പോൾ അതെ. ഇന്നലെ എനിക്ക് തോന്നുന്നത് കൂടുതലും മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നും ഒക്കെ ആളുകൾ, മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഈ പാട്ടുകൾ ഷെയർ ചെയ്ത് കാണും. അപ്പൊ അതാണ് നമ്മൾ അതിന്റെ ഒരു മ്യൂസിക്കിന് എത്രത്തോളം പോകാം. ഓൾ ഇന്ത്യ മാത്രമല്ല വേൾഡ് ചിലപ്പോ ഇനിയിപ്പം ഏറ്റെടുക്കാം. അതെ 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 അതെ. ഇപ്പോ നമുക്കറിയാം കേരളത്തിലെ ആരാധകരെ അവരുടെ പല പോസ്റ്റുകളും ഇത്തരത്തിലുള്ള ടീമുകൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാരും നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോ മെസ്സിയെ വരയ്ക്കുന്നത് പാടത്ത് അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ, വീടിന്റെ ചുവരുകളിൽ, അതൊരു ഭയങ്കര വികാരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരെ പലപ്പോഴും ഏറ്റെടുത്തുള്ളതാണ് അർജന്റീന പോലുള്ള പല ടീമുകളും. അപ്പോ അങ്ങയുടെ പാട്ടും അതേപോലെ വൈറലാകട്ടെ. അർജന്റീന ടീം തന്നെ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.